2024 ജൂൺ 22 ശനി. ഇന്ന് 1199 മിഥുനം 8. വാർത്തകൾ വായിക്കുന്നത് ജി രവി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വീണ്ടും തോൽക്കുന്നു. CSIR നെറ്റ് മാറ്റി. UGC നെറ്റ് NCET പരീക്ഷകൾ റദ്ദാക്കിയതും ഈ മാസം. 1563 വിദ്യാർത്ഥികൾക്കായി നീറ്റ് UG പുനഃപരീക്ഷ നാളെ. നീറ്റ് UG ക്രമക്കേട് ആരോപണങ്ങൾക്കും UGC നെറ്റ് ചോദ്യചോർച്ചയ്ക്കും പിന്നാലെ 25 മുതൽ 27 വരെ നടക്കേണ്ടിയിരുന്ന ജോയിൻ്റ് CSIR UGC നെറ്റ് പരീക്ഷ ദേശീയ പരീക്ഷാ ഏജൻസി അതായത് NDA മാറ്റിവെച്ചു. ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളും പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വിഷയങ്ങളും പരിഗണിച്ചുള്ള തീരുമാനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ചോദ്യക്കടലാസ് ചോർന്നതിനെ തുടർന്ന് 18-ന് നടന്ന UGC നെറ്റ് പരീക്ഷയും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 12-ന് നടന്ന നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റും റദ്ദാക്കിയിരുന്നു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടെ സയൻസ് ടെക്നോളജി മേഖലയിൽ ഗവേഷണം, അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം എന്നിവയ്ക്കുള്ള യോഗ്യതാ പരീക്ഷയാണ് CSIR. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കിയ ശേഷമാണ് മാറ്റിവെക്കുന്നത്. അതേസമയം ഗ്രേസ് മാർക്ക് അനുവദിച്ചതിൻ്റെ പേരിൽ 6 കേന്ദ്രങ്ങളിലെ 1563 വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. മെയ് 5-ന് പരീക്ഷ നടന്ന കേന്ദ്രങ്ങളെ ഒഴിവാക്കി പുതിയ സ്ഥലങ്ങളാണ് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ NDAയുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിനുണ്ടാകും. നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പുതിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയിരുന്നെങ്കിലും ഇത് ജൂലൈ 8-ലേക്ക് മാറ്റി. ഹർജിയിൽ NDAയ്ക്ക് നോട്ടീസ് അയച്ചു. പ്രവേശന പരീക്ഷാ വിവാദത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി. ഡൽഹി മദ്യനയ കേസ് കേജ്രിവാൾ ജയിലിൽ തുടരും. ED ഹർജിയിൽ ജാമ്യത്തിന് ഹൈക്കോടതി സ്റ്റേ. മദ്യനയ കേസിൽ വിചാരണ കോടതിയുടെ ജാമ്യം ലഭിച്ച് ഇന്നലെ ജയിൽ മോചിതനാകേണ്ടിയിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും അഴിക്കുള്ളിലാക്കി ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഹർജിയിൽ വിശദമായ വാദം കേട്ട ജസ്റ്റിസ് സുധീർ കുമാർ ജെയിൻ വിചാരണ കോടതി ഉത്തരവ് ഇടക്കാലത്തേക്ക് സ്റ്റേ ചെയ്തു. അന്തിമ ഉത്തരവ് 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചു. റൌസ് അവന്യൂ കോടതിയിലെ അവധിക്കാല ജഡ്ജി നിയായ് ബിന്ദുവാണ് കേജ്രിവാളിന് വ്യാഴാഴ്ച ജാമ്യം അനുവദിച്ചത്. ഉത്തരവ് ബാധകമാക്കുന്നത് 48 മണിക്കൂർ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും തള്ളിയതോടെ ED ഹൈക്കോടതിയെ സമീപിച്ചു. വിചാരണ കോടതി തങ്ങളുടെ വാദങ്ങൾ പരിഗണിച്ചില്ലെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ 45-ാം വകുപ്പിൻ്റെ ലംഘനമാണിതെന്നും EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു പറഞ്ഞു. റഫേൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ, 35 മരണം. പടിഞ്ഞാറൻ റഫയും വളഞ്ഞ് ടാങ്കുകൾ. തെക്കൻ ഗാസയിലെ റഫേൽ വിവിധ മേഖലകളിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ രൂക്ഷമായി. മവാസിയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 18 പേർ അടക്കം 35 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. റഫയുടെ തെക്ക് കിഴക്കൻ മേഖലകൾക്കു പിന്നാലെ പടിഞ്ഞാറൻ മേഖലയും ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞു. കനത്ത ബോംബാക്രമണവും തുടരുന്നു. 10 ലക്ഷത്തിലേറെ പലസ്തീൻകാർ അഭയം തേടിയിരുന്ന റഫയിൽ ഇപ്പോൾ 1 ലക്ഷത്തോളം പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് UN ഏജൻസികൾ അറിയിച്ചു. ഖാൻ യൂനിസ്, ഗാസ സിറ്റി എന്നിവിടങ്ങളിലും ഒട്ടേറെ വീടുകൾ ബോംബാക്രമണത്തിൽ തകർന്നു. അതിനിടെ റഫയിലെ ശബൂര ക്യാമ്പിനു സമീപം 2 ഇസ്രായേൽ ടാങ്കുകൾ തകർത്തതായും സൈനികരെ വധിച്ചതായും ഹമാസ് അവകാശപ്പെട്ടു. ഗാസയിൽ ഇതുവരെ 37,431 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 85,653 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ US ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ വിമർശിച്ച പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ നടപടിയിൽ ബൈഡൻ ഭരണകൂടം അതൃപ്തി രേഖപ്പെടുത്തി. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം സൂചിപ്പിച്ചതെന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നയതന്ത്രതല ചർച്ച പതിവിന് വിരുദ്ധമായി നെതന്യാഹു പരസ്യപ്പെടുത്തിയതിലുള്ള അതൃപ്തി ഇസ്രായേൽ സർക്കാരിനെ അറിയിച്ചെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞു. പലസ്തീന് രാഷ്ട്രപദവി അർമീനിയ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടു. ടെല്ലവീവിൽ അർമീനിയൻ അംബാസിഡറെ വിളിച്ചു വരുത്തി ഇസ്രായേൽ പ്രതിഷേധം അറിയിച്ചു. സ്പെയിൻ, അയർലൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളും ഈയിടെ പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ചിരുന്നു. ED പ്രവർത്തനം പക്ഷപാതപരമെന്ന് കോടതി.
അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷയിൽ വിചാരണ കോടതി ഇഡിക്കെതിരെ നടത്തിയത് ശക്തമായ പരാമർശങ്ങൾ. കേജ്രിവാളിനെതിരെ നേരിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ ഇഡിക്ക് സാധിച്ചിട്ടില്ലെന്നും കേസിലെ മറ്റൊരു പ്രതിയായ വിജയ് നായർ കേജ്രിവാളിന് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കേജ്രിവാളിനെതിരെ പക്ഷപാതപരമായിട്ടാണ് ഇഡി പ്രവർത്തിക്കുന്നതെന്നും കോടതി വിമർശിച്ചു. CBIയുടെയോ ഇഡിയുടെയോ ആദ്യ FIRൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രതി ചേർത്തിരുന്നില്ലെന്ന വിഷയത്തിൽ അന്വേഷണ ഏജൻസി മൗനം പാലിക്കുന്നു. പ്രതിക്ക് നാളിതുവരെ കോടതി സമൻസ് അയച്ചിട്ടില്ല എന്നതും പരിഗണിക്കേണ്ട വസ്തുതയാണ്. എന്നിട്ടും അന്വേഷണം നടക്കുന്നുവെന്ന പേരിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അദ്ദേഹം തുടരുകയാണ് ഉത്തരവിൽ പറയുന്നു. വിഷമദ്യം കവർന്നത് 52 പേരെ, ഇനിയും പാഠം പഠിച്ചില്ലേ എന്ന് ഹൈക്കോടതി. കള്ളക്കുറിച്ചി ദുരന്തത്തിൽ മരിച്ചവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത സർക്കാർ. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 52ആയി. ചികിത്സയിൽ തുടരുന്ന 100-ലേറെ പേരിൽ 30 പേരുടെ നില ഗുരുതരമാണ്. കഴിഞ്ഞ വർഷം സമാന ദുരന്തത്തിൽ 22 പേർ മരിച്ചിട്ടും പാഠം പഠിച്ചില്ലേ എന്ന് ചോദിച്ച ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. വ്യാജമദ്യം എത്തിച്ച സംഘത്തിലുള്ളവരെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയ പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുരന്തത്തിൽ മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടികളുടെ പേരിൽ 5 ലക്ഷം രൂപയും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ടവർക്ക് 3 ലക്ഷം രൂപയും നിക്ഷേപിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. വിദ്യാഭ്യാസ ചെലവും ഏറ്റെടുക്കും. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും ആശുപത്രിയിൽ കഴിയുന്നവർക്ക് 50,000 രൂപയും സഹായധനം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെ നിയമസഭയിൽ പ്രതിഷേധിച്ച അണ്ണാ DMK അംഗങ്ങളെ സ്പീക്കർ സഭയിൽ നിന്ന് പുറത്താക്കി. കറുത്ത ഷർട്ട് അണിഞ്ഞാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. ഇവരെ വീണ്ടും സഭയിൽ പ്രവേശിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും അണ്ണാ DMK അംഗങ്ങൾ വിസമ്മതിച്ചു. നടനും തമിഴക വെൻട്രിക് കഴകം പ്രസിഡന്റുമായ വിജയ് ഇന്ന് നടക്കേണ്ട ജന്മദിനാഘോഷം മാറ്റിവെച്ചു. സംസ്ഥാനത്ത് സാനിറ്റൈസർ, ഹാൻഡ് വാഷ് എന്നിവയുടെ വിൽപ്പന കർശനമായി നിരീക്ഷിക്കാനും സർക്കാർ തീരുമാനിച്ചു. ട്രഷറി അക്കൗണ്ട് പണമെടുത്താൽ ഫോണിൽ സന്ദേശം. ട്രഷറി അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചാൽ SMS-ലൂടെ അക്കൗണ്ട് ഉടമയെ അറിയിക്കുന്ന സംവിധാനം പ്രാബല്യത്തിൽ വന്നു. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അക്കൗണ്ടുകളിൽ നിന്നും സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിച്ചാലാണ് അറിയിപ്പ്. പിൻവലിച്ച തുകയും അക്കൗണ്ടിൽ ബാക്കിയുള്ള തുകയും സന്ദേശത്തിലുണ്ടാകും. നിക്ഷേപമടക്കമുള്ള മറ്റ് ഇടപാടുകൾക്ക് അറിയിപ്പ് ലഭിക്കില്ല. കാലങ്ങളായി ഇടപാട് നടത്താത്ത 3 അക്കൗണ്ടുകളിൽ നിന്ന് കഴക്കൂട്ടം സബ് ട്രഷറിയിലെ 5 ജീവനക്കാർ ചേർന്ന് 18 ലക്ഷം രൂപ തട്ടിയെടുത്തതിനെ തുടർന്നാണ് നേരത്തെ തന്നെ സജ്ജമായിരുന്ന SMS അലർട്ട് സംവിധാനം ഇപ്പോൾ നടപ്പാക്കിയത്. BFA അപേക്ഷ ജൂലൈ 6 വരെ. അഭിരുചി പരീക്ഷ ജൂലൈ 24-ന്. ചിത്രകല, ശില്പകല, അപ്ലൈഡ് ആർട്സ്, ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്നീ ശാഖകളിൽ 4 വർഷത്തെ BFA ബിരുദം നേടുന്നതിന് ജൂലൈ 6 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. പരസ്യരംഗം, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, വെബ്സൈറ്റ് രൂപകൽപ്പന, മൾട്ടിമീഡിയ, ഗെയിമിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട അപ്ലൈഡ് ആർട്സ് രംഗത്ത് ആകർഷകമായ കരിയർ സാധ്യതകളുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിനും പരിശീലനത്തിനും അവസരങ്ങളുണ്ട്. സ്കൂളുകൾക്ക് ഇന്ന് പ്രവൃത്തി ദിനം. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾക്ക് ഇന്ന് പ്രവൃത്തി ദിവസം. അധ്യയന ദിവസങ്ങൾ 220 ദിവസമാക്കി ഉയർത്തിയതിൻ്റെ ഭാഗമായാണ് ഇത്. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലെ പ്രവൃത്തി ദിനം 200 കുറയ്ക്കാൻ അധ്യാപക സംഘടനാ യോഗത്തിൽ ധാരണയായെങ്കിലും ഇതനുസരിച്ച് സർക്കുലർ ഇറങ്ങാത്തതിനാൽ ഇന്ന് ഈ ക്ലാസ്സുകാർക്കും പ്രവൃത്തി ദിനമാണ്. അക്കാദമിക് കലണ്ടർ അനുസരിച്ച് അടുത്ത ശനിയാഴ്ചയും പ്രവൃത്തി ദിനമാണെങ്കിലും അധ്യാപകരുടെ ക്ലസ്റ്റർ യോഗങ്ങൾ നടക്കുന്നതിനാൽ അന്ന് ക്ലാസ് ഉണ്ടാകില്ല. ശുഭദിനം. നന്ദി.